രാഹുൽ ഗാന്ധിയുടെ ജൻ അധികാർ യാത്ര ബീഹാറിനെ ഇളക്കിമറിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. വോട്ടിംഗ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഭാവിയിൽ അതിനെ തടയുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഒറ്റക്കെട്ടായി രാഹുലിന് പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമക്കേടിനെതിരെ ആദ്യം പോരാട്ടം തുടങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ രാഹുൽ വസ്തുതകൾ നിരത്തി ആഞ്ഞടിച്ചപ്പോൾ ബംഗാളിലെ തൃണമൂലും ഇന്ത്യൻ മുന്നണിയിൽ നിന്ന് പുറത്തുപോയ ആം ആദ്മി പാർട്ടിയും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒപ്പം കൂടുകയാണ്. അതേസമയം ഇനിയും രാഹുലിനെ മുന്നോട്ട് പോകാൻ അനുവദിച്ചാൽ അത് അപകടകരമാണെന്ന് ബി.ജെ.പി തിരിച്ചറിയുന്നുണ്ട്. ഇതോടെ രാഹുലിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയാണ് ബി.ജെ.പി ചെയ്യുന്നത്. കാരണം രാഹുലിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു മോശം പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പിടിച്ച് കേസിലൂടെ കോടതി കയറ്റി പിന്നീട് അയോഗ്യനാക്കാമെന്ന ചിന്തയിലാണ് ബി.ജെ.പി നിൽക്കുന്നത്. അവരുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. വോട്ട് അധികാർ യാത്രയിൽ മോദിയെ എടുത്ത് അലക്കിയ രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പരാതി പോലീസ് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അതിവേഗം നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോവുകയാണ് പോലീസ് ചെയ്യുന്നത്. മുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം പോലീസ് നേരിടുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശവും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. നേരത്തെ മോദി എന്ന സമുദായത്തെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി രാഹുലിനെതിരെ കോടതികൾ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. അലഹബാദ് ഹൈക്കോടതി കേസിൽ കുറ്റക്കാരനാണെന്ന് കൂടി പ്രസ്താവിച്ചതോടെ രാഹുൽ ഗാന്ധിക്ക് അന്ന് MP സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. സമാനമായ രീതിയിലാണ് ഈ കേസിന്റെയും പോക്ക് എന്ന് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദ്ദേഹത്തിന്റെ മാതാവിനെതിരെയും മോശം പരാമർശങ്ങൾ നടത്തിയെന്നാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. ബി.ജെ.പി നേതാവ് കൃഷ്ണ സിംഗ് കല്ലുവിന്റെ പരാതിയിൽ പട്നയിലെ ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുലിന്റെ ജൻ അധികാർ യാത്ര നിർത്തിവെക്കണമെന്നും ബി.ജെ.പി നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കുമെതിരെ മോശം പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്നുവെന്നും ബി.ജെ.പി ആരോപിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ അധിക്ഷേപിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ലോകത്തിൽ ഇല്ലാത്ത ഒരാളുടെ പേരിൽ അധിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നുവെന്നും ആരെങ്കിലും തങ്ങളുടെ അമ്മയെ അധിക്ഷേപിച്ചാൽ അത് സഹിക്കാൻ കഴിയില്ലെന്നും കൃഷ്ണ കല്ലു സിംഗ് പരാതിയിൽ പറയുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഉപയോഗിച്ച ഭാഷയെ ജനാധിപത്യത്തിന് മേലുള്ള കളങ്കം എന്നാണ് അമിത് ഷാ വിശേഷിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയുടെ കീഴിലുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലവാരം ഇല്ലാത്തതാണെന്നും അമിത് ഷാ പറഞ്ഞു. കഴിഞ്ഞ 11 വർഷമായി ഒരു പാവപ്പെട്ട അമ്മയുടെ മകൻ പ്രധാനമന്ത്രിയുടെ കസേരയിലിരിക്കുന്നതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും കോൺഗ്രസിന് സഹിക്കാൻ കഴിയുന്നില്ലെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നീക്കം ബി.ജെ.പി തുടങ്ങിയിരിക്കുന്നത്.